ദക്ഷിണ കൊറിയയ്ക്ക് ഇത്തവണ മഞ്ഞിൽ മുങ്ങിയ നവംബറായിരുന്നു. 1907 ശേഷമുണ്ടായ ഏറ്റവും കനത്ത മഞ്ഞുവീഴ്ചയിലൂടെ കടന്നു പോവുകയാണ് രാജ്യം. ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോളിലാണ് മഞ്ഞുവീഴ്ച ഏറ്റവും കൂടുതലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 16 ഇഞ്ച് വരെ ഉയരത്തിൽ ഇവിടെ മഞ്ഞു വീണ് കിടന്നെന്നാണ് പുറത്തുവരുന്ന വിവരം. മോശം കാലാവസ്ഥ മൂലം സോളിൽ ഇതുവരെ 5 പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. തണുപ്പ് മൂലവും മഞ്ഞ് ദേഹത്ത് വീണും വാഹനങ്ങൾ തെന്നിമാറിയുമെല്ലാം നിരവധി അപകടങ്ങളാണ് രാജ്യത്ത് ദിവസവും നടക്കുന്നത്. ബുധനാഴ്ച സോളിലെ ഒരു ട്രാഫിക് പോയിന്റിൽ ഉണ്ടായ അപകടത്തിൽ 53 വാഹനങ്ങൾ വരിവരിയായി ഇടിച്ചു നിൽക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. പ്രശ്നബാധിത മേഖലയിലെ സ്കൂളുകളും സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ബോട്ട് സർവീസുകൾ പൂർണ്ണമായും മുടങ്ങി. സോളിലെ പ്രധാന വിമാനത്താവളമായ ഇഞ്ചിയോണിനെയാണ് ശൈത്യം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. 140-ലധികം വിമാനങ്ങളാണ് റദ്ദു ചെയ്യപ്പെട്ടത്. സർവീസ് നടത്തുന്ന വിമാനങ്ങൾ 2 മണിക്കൂറോളമാണ് വൈകുന്നത്. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ ആനന്ദം കണ്ടെത്തുന്നവരും കുറവല്ല. മഞ്ഞിൽ കളിക്കാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി പേർ സോളിലേക്ക് എത്തുന്നുണ്ട്.